ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം നമ്മൾ മിൽമ പ്ലാന്റ് അസിസ്റ്റൻ്റ് അല്ലേ, നമുക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ള വളരെ നല്ലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപേക്ഷ കൊടുത്തു കഴിഞ്ഞറിയാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പഠനം നമുക്ക് അടിപൊളിയായിട്ട് തുടരണം. ഏകദേശം 90-അടുപ്പിച്ച് 97 വേക്കൻസികൾ ആണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടായിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് നല്ലൊരു ജോബാണ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, മിൽമ KCMF ആണ്. അപ്പോൾ അവിടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കേരള സർക്കാരിനേക്കാൾ കൂടുതൽ DA കിട്ടുന്ന ഒരു പോസ്റ്റാണെന്നുള്ള കുറച്ച് പ്രത്യേകതകളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ വരുന്ന വെബിനാർ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഡയറി വികസനത്തിൻ്റെ ചരിത്രം ഇന്ത്യയിൽ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് അധികം ഉണ്ട് മിൽമയുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്ന് 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഡയറി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി പോകാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 3ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്ന കാലയളവിലാണ് നമുക്ക് അമൂലൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. പിന്നെ അത് ആനന്ദ് പാറ്റേൺ അല്ലെ ആപ്കോസ് ആയിട്ട് നമ്മുടെ രാജ്യമൊട്ടാകെ വ്യാപിച്ചു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മിൽമ വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ ബേസ് തൊട്ട് തന്നെ പഠിച്ച് നമുക്ക് ഇന്ത്യയിൽ എന്തൊക്കെ നടന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്, ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരും. അത് മാത്രം നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. 100% അത് പഠിക്കാതെ പരീക്ഷ ഹാളിൽ പോകാൻ പാടില്ല. നോക്കണം, 1ാം പഞ്ചവത്സര പദ്ധതി. എന്താ ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം 5 വർഷങ്ങൾ കൊണ്ടല്ലേ നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1947 സ്വതന്ത്രമായതിനു ശേഷം ഈ നമ്മുടെ രാജ്യം ഒരുപാട് ബാക്കിലോട്ട് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഒരു മേഖലയിൽ നമുക്കൊരു സ്വയം പര്യാപ്തതയോ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഫാമിൻ അല്ലെങ്കിൽ ക്ഷാമം അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നങ്ങൾ, അതുപോലെ ജലസേചന പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രശ്നങ്ങളെ ഘട്ടമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പഞ്ചവത്സര പദ്ധതി വരുന്നത്. അപ്പോൾ 5 വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ ആ പ്ലാനിങ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം ഇവാലുവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയില്ല, അവിടെ ബ്ലോക്കായി നിൽക്കുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. അപ്പോൾ അടുത്ത പഞ്ചവത്സര പദ്ധതിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് അങ്ങനെ പതുക്കെ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ അല്ലേ, ലോകത്തിലെ എനിക്കൊന്ന് 3-4 എക്കണോമി ഇപ്പോൾ അല്ലേ, അങ്ങനെ വലിയൊരു എക്കണോമി ആയിട്ട് വളർന്നതിൻ്റെ പിന്നിൽ വലിയ കടമ്പകളുണ്ട്. അതിലേറ്റവും വലിയൊരു സ്റ്റെപ്പായിരുന്നു ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. 951 സ്റ്റാർട്ട് ചെയ്തു, 56 അവസാനിച്ചു. 5 വർഷമല്ലേടാ, 51 തുടങ്ങി 56 അവസാനിച്ചു കേട്ടോ. ഇവിടെ നോക്കുക, ക്ഷീരവികസന പദ്ധതി ആരംഭിച്ചു. എവിടെ? 1ാം പഞ്ചവത്സര പദ്ധതി നോക്കാം. ഇന്ത്യയിൽ ആസൂത്രിതമായ ക്ഷീരവികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ, എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ചോദിച്ചാൽ എന്താണ്, 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതായത് ഇന്ത്യയിൽ ക്ഷീരവികസന പദ്ധതി ആരംഭിക്കണം. നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് അറിയാമല്ലോ, ആഹാരം തരുന്ന എല്ലാ മേഖലയിലും എന്താണ് സമഗ്രമായിട്ടുള്ള പുരോഗതി ആവശ്യമാണ്. ഏറ്റവും ബേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാരമുണ്ട്, ആഹാരം വസ്ത്രം പാർപ്പിടം അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനമാണ് നമുക്ക് സമീകൃത ആഹാരം എന്ന് പറയുന്നത് മിൽക്ക്. അപ്പോൾ എന്താണ്, ഇന്ത്യയുടെ ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ആഹാരം ഉറപ്പാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആസൂത്രിതമായിട്ടുള്ള ക്ഷീരവികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിന്റ്. അതിന് ലക്ഷ്യം എന്തായിരുന്നു, പ്രധാന നഗരങ്ങളിൽ ഗുണനിലവാരമുള്ള പാൽ ശുചിത്വ സാഹചര്യങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. എന്താണ്, നമുക്കറിയാം പാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകും എവിടെയാണ്, നഗരങ്ങളിലാണ് മക്കളെ, അല്ല റൂറൽ ഏരിയ ആണല്ലേ, ഗ്രാമപ്രദേശങ്ങളിലാണ് പാൽ ഉണ്ടാവുക. എന്നാൽ ഈ ഗ്രാമപ്രദേശത്തിൽ ഉണ്ടാകുന്ന ബൾക്കായിട്ടുള്ള മിൽക്ക് നമുക്ക് അവിടെ തന്നെ വിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് തന്നെ കുടിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നഗരപ്രദേശങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോയി വിൽക്കേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെ കൊണ്ടുപോയി വിൽക്കാൻ ഈ സാധാരണക്കാരായ കർഷകർ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിനിടയ്ക്ക് ഇടനിലക്കാർ പ്രവർത്തിക്കും അല്ലേ. ഇടനിലക്കാർ പണ്ടുകൊണ്ട് ഇന്നുകൊണ്ട് ഇപ്പോൾ തന്നെ ഉള്ളിക്ക് വില കൂടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനത്തൊക്കെ ഭയങ്കരമായിട്ട് വില കൂടുന്നു, ചില സാഹചര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാരണം 2-3 കാരണങ്ങൾ ഉണ്ടാകാം. ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഫ്ലഡ് വരികയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നിട്ട് വലിയ കനത്ത വ്യാപകമായ വിളനാശം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ വില കൂടും. പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് വില കൂടുമ്പോൾ തന്നെ പിന്നെയും വില കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, കരിഞ്ചന്ത നടത്തും, അല്ലെങ്കിൽ ഇപ്പം പൂഴ്ത്തിവെപ്പ് നടത്തും. എന്ത് ചെയ്യും, ഈ പറഞ്ഞ സാധനത്തിനെ താൽക്കാലികമായിട്ട് വിപണിയിലേക്ക് എത്തിക്കാൻ തടയും, അല്ലെങ്കിൽ തരാനില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, ആവശ്യക്കാർ കൂടും, അവർ വില കൂട്ടി വിൽക്കും അല്ലേ. കടക്കാർ കൂട്ടി വയ്ക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് വില ആർക്ക് കിട്ടും, ഇടനിലക്കാരന് കിട്ടും. ഇതെല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് സർക്കാരിൻ്റെ ഇടപെടൽ കൃത്യമായിട്ട് ആവശ്യമായിട്ട് വരിക അല്ലേ. അപ്പോൾ നമുക്ക് മിൽക്ക് ഗ്രിഡുകൾ സ്ഥാപിക്കുക. ഇത് 1ാം പഞ്ചവത്സര പദ്ധതിയിലൊന്നും ഇതുപോലെ ആയി വന്നില്ല. നോക്കാം എന്നാണ് വന്ന് നോക്കാം. എന്തായാലും ലക്ഷ്യം ഇതായിരുന്നു, പ്രധാന നഗരങ്ങളിൽ ഗുണനിലവാരമുള്ള പാല് എങ്ങനെ എത്തിക്കണം, ശുചിത്വമായ സാഹചര്യങ്ങളിൽ എത്തിക്കുക. മോശപ്പെടാതെ, പാലെന്ന് പറയുന്ന ഒരു പെരിഷബിൾ പ്രോഡക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന പ്രോഡക്റ്റാണ്, പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ സേവ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ഷീരവികസന പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നെന്തായിരുന്നു,
പ്രധാന നഗരങ്ങളിൽ ഗുണനിലവാരമുള്ള പാൽ ശുചിത്വ സാഹചര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ ഗ്രാമീണ സംഭരണം, ശ്രദ്ധിക്കുക, ഗ്രാമപ്രദേശത്ത് നിന്നുള്ള പാൽ സംഭരണ പദ്ധതിയിലൂടെയാണ് ഇത് നടപ്പിലാക്കിയത്. എന്ത് ചെയ്തു? ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പാൽ സംഭരിക്കാനുള്ള പ്രത്യേകം പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തു. അവിടെയൊന്നും ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അങ്ങനെ എത്തുന്നില്ല ആ സമയത്തൊന്നും, കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ക്ഷീര വികസനത്തിൽ പങ്കെടുത്ത സംസ്ഥാനങ്ങൾ 1951-56 കാലയളവിൽ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഒഡീഷ, അതുപോലെ തമിഴ്നാട്, ഉത്തർപ്രദേശ്. ആ സമയത്ത് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കേരള സംസ്ഥാനം 1956 നവംബർ 1 വരുന്നത്, അല്ലേ? ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ ശേഷമാണ് കേരള പിറവി ഉണ്ടാകുന്നത്. ഓക്കെ, കേരള ആ സമയത്ത് തിരുക്കൊച്ചി എന്ന് പറയുന്ന സംസ്ഥാനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും നോക്കാം ഇവിടെ എന്തൊക്കെയാണ് അന്ന് നമ്മുടെ ഈ പറഞ്ഞ പദ്ധതിയിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ പങ്കെടുത്ത സംസ്ഥാനങ്ങൾ: ആന്ധ്രാപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഒറീസ, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഇത്രയും പേരാണ് അന്ന് പങ്കെടുക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം, ക്ഷീരവികസന പദ്ധതി തുടങ്ങിയത് ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് വെച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇതാണ് ഏറ്റവും ബേസ് ആയിട്ട് ഇതാണ് ചോദിക്കുന്നത്, കേട്ടോ. അതുപോലെ ആ ക്ഷീരവികസന പദ്ധതി തുടങ്ങിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചോദിച്ചാൽ 1951 മുതൽ 56 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുപോലെ ക്ഷീരവികസന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രധാന നഗരങ്ങളിൽ ഗുണനിലവാരമുള്ള പാൽ എത്തിക്കുക, ശുചിത്വ സാഹചര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, കേട്ടോ. ഇതിനകത്ത് കൂടുതലൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മനസ്സിലാക്കി വയ്ക്കേണ്ട. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യത്തെ സ്ലൈഡിൽ നിന്നും ഇനി നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് കീ ടേക്ക് അവേസ്. ഒന്നെന്താണ്? അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്തൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ് നോക്കേണ്ടത്. ഒന്നെന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സൗകര്യങ്ങളുള്ള 146 കീ വില്ലേജ് ബ്ലോക്കുകൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെടുത്തി ഒത്തിരി പ്ലാൻസ് നടപ്പിലാക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നുള്ള പ്രോഗ്രാമാണ് കീ വില്ലേജ് സ്കീം അല്ലെങ്കിൽ കീ വില്ലേജ് ബ്ലോക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ കൃത്രിമ ബീജാദാനത്തിന് സൗകര്യമുള്ള 146 കീ വില്ലേജ് സ്ഥാപിച്ചു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അടിസ്ഥാന വികസനത്തിന് വേണ്ടി. അന്ന് നമുക്ക് ഉണ്ടായിരുന്ന വെച്ചാൽ നമുക്ക് ക്രോസ് ബ്രീഡിംഗ് പോളിസി വന്നിട്ടില്ല. കൃത്രിമ ബീജാദാനമുണ്ട്, അതായത് നമുക്ക് കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ നാച്ചുറൽ മേറ്റിംഗ് നടക്കാതെ തന്നെ ബുള്ളിൻ്റെ സെമൻ എടുത്ത് കുത്തിവെച്ച് ഗർഭം ഉണ്ടാക്കുന്ന രീതിയാണ് എന്താ പറയുക, അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനം എന്ന് പറയുക. അപ്പോൾ അതിന് സൗകര്യമുള്ള 146 കീ വില്ലേജ് ബ്ലോക്കുകൾ ആരംഭിക്കുന്നു 1951 മുതൽ 56 വരെയുള്ള ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത്. ഓക്കെ, അതുപോലെ 650 വെറ്റിനറി ആശുപത്രികൾ സജ്ജമാക്കി. അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ, അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നോക്ക്, AIS സെന്ററുകളുടെ സൗകര്യമുള്ള 146 കീ വില്ലേജ് ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നു, 650 വെറ്റിനറി ആശുപത്രികൾ സ്ഥാപിക്കുന്നു. അതുപോലെ പശുക്കൾക്കായിട്ട് 25 ഗോസദനങ്ങൾ സ്ഥാപിച്ചു. എന്തിനാ ഗോസദനം എന്ന് പറഞ്ഞാൽ? ഗോശാല അല്ലെങ്കിൽ ഗോസദൻസ് എത്രയേ ഉള്ളൂടാ. നമ്മൾ പലപ്പോഴും നമ്മുടെ ആന്ധ്രാപ്രദേശിലൊക്കെ പോയി കഴിഞ്ഞാൽ പശുക്കളൊക്കെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും. പശുക്കളല്ലെന്നുണ്ടെങ്കിൽ കാളക്കുട്ടികളൊക്കെ. കാര്യം എന്താണ്? പല സ്ഥലങ്ങളിലും എന്താണ് ഗോവധം നിരോധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയമം മൂലം നിരോധിച്ച സ്ഥലങ്ങളുണ്ട്. അല്ലാതെ ആൾക്കാർ ഗോവിനെ കൊല്ലാത്ത സ്ഥലങ്ങൾ, വിശ്വാസത്തിൻ്റെ പുറത്ത് കൊല്ലാത്ത സ്ഥലങ്ങളുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി. അല്ലാതെ ആൾക്കാർ വിശ്വാസത്തിൻ്റെ പുറത്ത് പശുവിനെയോ അല്ലെങ്കിൽ കാളയോ കൊല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂട്ടിലിറ്റി ഇല്ലാത്ത അനിമൽസിനെ എന്ത് ചെയ്യും? ആൾക്കാർ ഉപേക്ഷിക്കും. അപ്പോൾ അതിനെയൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗോസദൻസ് അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നു. ഇനി 1952 ഓഗസ്റ്റിൽ കീ വില്ലേജ് സ്കീം ആരംഭിച്ചു, അല്ലേ? നോക്കുക, കീ വില്ലേജ് സ്കീം ആരംഭിച്ച വർഷം ചോദിക്കാം, കേട്ടോ. ഇവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷം ഇതാണ്. 1952 ഓഗസ്റ്റിലാണ് എന്ത് കീ വില്ലേജ് സ്കീം ആരംഭിച്ചത്. നിങ്ങൾ അത് മാത്രം പഠിച്ചാലും മതി. ഇവിടുന്ന് എന്താണ് കീ വില്ലേജ് സ്കീം ആരംഭിച്ചത്? 1952 ഓഗസ്റ്റിൽ. എന്താണ്? 952 ഓഗസ്റ്റിൽ. എന്നാണ് മക്കളെ? 952 ഓഗസ്റ്റിലാണ് എന്ത് കീ വില്ലേജ് സ്കീം ആരംഭിച്ചത്. മറന്നുപോലെ 952 ഓഗസ്റ്റിൽ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ, 952 ഓഗസ്റ്റിൽ കീ വില്ലേജ് സ്കീം ആരംഭിച്ചു. ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത് വരുന്നത്? കീ വില്ലേജ് സ്കീം ആരംഭിച്ചത്. ഇവിടെ 25 ഗോസദനം ഉണ്ടാക്കിയോ? ചോദിക്കൂല. 650 വെറ്റിനറി ഹോസ്പിറ്റൽ എണ്ണം ചോദിക്കൂല. അതുപോലെ 146 എത്ര കീ വില്ലേജ് ബ്ലോക്ക് വന്നു വെച്ചാൽ അതും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ എന്താണ്? 952 ഓഗസ്റ്റിൽ കീ വില്ലേജ് സ്കീം ആരംഭിച്ചു എന്ന് പഠിക്കാൻ നീ പോയാൽ നിനക്ക് അടി ഞാൻ തരും. ഓക്കെ, അത് പഠിച്ചിട്ട് പോകാവും. ഇനി നോക്കാം അടിസ്ഥാന സൗകര്യ വികസനം മനസ്സിലാക്കി നമ്മൾ. ഇനി അടുത്ത പാൽ ഉൽപ്പാദനം. ആ സമയത്ത് മൊത്തം 18 ദശലക്ഷം ടണ്ണായിരുന്നു രാജ്യത്തെ ആകെ പാൽ ഉൽപ്പാദനം. എത്ര? 18 ദശലക്ഷം ടണ്ണായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ രണ്ടാമതാണ്, അപ്പോൾ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കണം, നമുക്ക് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. അപ്പോൾ ആ സമയത്തുള്ള പാൽ ഉൽപ്പാദനത്തിന് പറഞ്ഞു. പാൽ വിതരണ വ്യാപനം നോക്കുക, ബോംബെ, മുംബൈ അല്ലെങ്കിൽ കൽക്കട്ട തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ പാൽ വിതരണ പദ്ധതികൾ ഈ പറഞ്ഞ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിക്കുകയുണ്ടായി. ഓക്കെ,
ഇനി അതുപോലെ എന്താണ് ഏറ്റവും പ്രധാനം ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഓർത്തിരിക്കേണ്ടത് NDRI. എന്താണ് മക്കളെ? NDRI 955 എന്താണ്? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അല്ലെങ്കിൽ എന്താണ്? ഇന്ത്യൻ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിനെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ആക്കി മാറ്റി. അതിനെങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും കർണാലിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഹരിയാനയിലെ കർണാലിലേക്ക് മാറ്റി സ്ഥാപിച്ചു അല്ലേ? NDRI വന്നു. ഒന്നാം 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാനപ്പെട്ട ടേക്ക് അവേ ആണ്. നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കണം? ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. NDRI വന്ന വർഷം എത്ര? 955. ഇതാണ് 955. അതുപോലെ ഇപ്പോൾ നിലവിൽ NDRI എവിടെയാണുള്ളത്? കർണാലിലാണ്. അല്ലെങ്കിൽ NDRIയുടെ ആസ്ഥാനമാണ് കർണാലിൽ. കർണാൽ എവിടെയാണ്? ഹരിയാനയിലാണ് കർണാൽ ഉള്ളത് കേട്ടോ. കർണാൽ എന്ന സ്ഥലം ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്താണുള്ളത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഇതിൻ്റെ ആസ്ഥാനം ഇത് ഇന്ത്യൻ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന സമയത്ത് എവിടെയായിരുന്നു? ബാംഗ്ലൂരിലായിരുന്നു. ഇതിനെ കർണാലിലേക്ക് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. വർഷം 955 മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാമത് നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 956 മുതൽ 961 വരെ. നോക്കൂ, 956 മുതൽ 961 വരെ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാം കേട്ടോ. ഇത് പഠിക്കാതെ പോവല്ലേ, അടി കിട്ടും. കർണാല് NDRIയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം കർണാല്. NDRI വന്ന വർഷം 955. അതുപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി 956 മുതൽ 961 വരെ. എന്തൊക്കെ? ഉൽപാദനം, വിപണനം, ഉപഭോഗം എന്നിവയെ ബന്ധപ്പെട്ട കൃത്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു. ക്ഷീരമേഖലയെ ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ? ഉൽപ്പാദനം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, വിപണനം എങ്ങനെ കൃത്യമായി വിപണനം ചെയ്യാം, അതുപോലെ ഉപഭോഗം എന്നിവയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ പാൽ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും ന്യായമായ വിലയും ഉറപ്പാക്കുന്നതിൽ ഊന്നൽ നൽകി. എന്താ ശ്രദ്ധിച്ചത്? പാൽ ഉൽപ്പാദകർ രണ്ടുപേർക്കും നല്ല വില കിട്ടണം അല്ലേ? ഇപ്പോൾ എനിക്കിപ്പോൾ 1 ലിറ്റർ പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 30 രൂപ ചിലവുണ്ട്. എനിക്ക് 1 ലിറ്ററിന് കിട്ടുന്ന 24 രൂപയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ കച്ചവടം പൂട്ടി പോകും. ശരിയല്ലേ? പൂട്ടിപ്പോൾ ഒരു സംശയം വേണ്ട. അതേസമയം എനിക്ക് 30 രൂപ ചിലവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? എനിക്ക് 40 രൂപയെങ്കിലും 1 ലിറ്ററിൻ്റെ പുറത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. 10 ലിറ്റർ കിട്ടുമ്പോഴത്തേക്കും എത്ര? ഒരു 1000 രൂപ അല്ലേ? അത്രയും വേണ്ട പോട്ടെ. ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു തുക കിട്ടണം. അപ്പോൾ അങ്ങനെ ന്യായവില ആർക്ക് കിട്ടണം? ഉൽപ്പാദകർക്കും കിട്ടണം, ഉപഭോക്താക്കൾക്കും കിട്ടണം. അതുപോലെ ഇതാണ് ഇവനെ സംബന്ധിച്ച്, ഉപഭോക്താവിനെ സംബന്ധിച്ച് ഇങ്ങനെ വലിയ വില കൊടുത്ത് പാല് മേടിച്ച് മേടിക്കാൻ പറ്റുമോ? ഇല്ല. അന്യായ വില കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതായത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെയും നേരത്തെ പറഞ്ഞ അതേ കാര്യം, മിഡിൽ മെന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അല്ലേ? ഓക്കെ, ഇവിടെ എന്താണ്? മിൽമയിൽ നമുക്കിപ്പോൾ പാല് കൊടുക്കുന്നു, നമ്മൾ ഇത്ര രൂപ കൊടുക്കുന്നു, 2-3 രൂപ കൂട്ടിയിട്ടല്ലേ നമുക്ക് തിരിച്ചു തരുന്നതല്ലേ കവറിൽ ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഇതേ കാര്യം നടക്കുന്നത്? ഉൽപ്പാദകർക്കും നല്ല വില ഉറപ്പുവരുത്തുക, അതിൽ ഉപഭോക്താക്കൾക്കും മാന്യമായിട്ടുള്ള വില ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മിൽമ അല്ലെന്നുള്ള ഈ പറഞ്ഞ പോലുള്ള സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പാലിന് അംബാനി പറയുന്ന വില നമ്മൾ കൊടുക്കേണ്ടി വന്നേനെ അല്ലേ? അപ്പോൾ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ഒരു കുത്തക ഒഴിവാക്കുക എന്നുള്ളതാണ്. കുത്തകകളോ അല്ലെങ്കിൽ മിഡിൽമെൻസിനൊക്കെ ഒഴിവാക്കി നമുക്ക് സഹകരണത്തിലൂടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം എന്താണ്? അവിടെ എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഉൽപ്പാദകർ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, ഉപഭോക്താക്കൾ എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഇനി നഗരങ്ങളിലേക്കും പാൽ സംസ്കരണ പ്ലാന്റുകളിലേക്കും. അവിടെ എന്താണ്? പാലിൻ്റെ റോ ആയിട്ടുള്ള മിൽക്കിൻ്റെ ഉപഭോഗം ഉണ്ട്. അതിനോടൊപ്പം എന്താണ്? നഗരങ്ങളിൽ മറ്റ് ഇതര സംസ്കരണ പ്ലാന്റുകളുണ്ട്. ഉദാഹരണം ക്രീമറീസ് ഉണ്ട്, അതുപോലെ മിൽക്ക് ഡ്രൈയിങ് പ്ലാന്റുകളുണ്ട്. ക്രീമറി എന്ന് പറയുമ്പോൾ ക്രീം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ക്രീം എന്ന് പറയുമ്പോഴത്തേക്കും പാലിൻ്റെ ഏറ്റവും മുകളിലുള്ള, അല്ലെങ്കിൽ നമ്മൾ അനക്കാതെ വെച്ച് വയ്ക്കുമ്പോൾ പൊന്തി വരുന്ന ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഭാഗത്തിന് ക്രീം എന്ന് പറയുക. അതിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേക പ്രവൃത്തികളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാം. സെൻട്രിഫ്യൂഗേഷൻ എന്ന പ്രവർത്തനമെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്രീം വേർതിരിച്ച് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്ന പ്ലാന്റിനെയാണ് ക്രീമറി എന്ന് വിളിക്കുക. മിൽക്ക് ഡ്രൈയിങ് പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി വരുന്ന മിൽക്കിനെ എന്താണ്? ഉണക്കിയിട്ട് പാൽപ്പൊടിയാക്കി മാറ്റുന്ന പ്ലാന്റാണ് മിൽക്ക് ഡ്രൈയിങ് പ്ലാന്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പാലിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഗ്രാമതലങ്ങളിൽ ക്ഷീര ഉൽപാദക സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പ്രോത്സാഹിപ്പിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേടാ? ആ സമയത്ത് സഹകരണ സംഘങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ എന്തായിട്ടില്ല? ഇതെല്ലാം കൂടെ സെറ്റായിട്ട് വന്നിട്ടില്ല എന്നുള്ളത്. സെറ്റായിട്ട് വലിയൊരു നെറ്റ്വർക്കായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം വരവിനെ രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. എന്തിനാണ്? പാലിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല.
നോക്കാം. ഇനി നോക്കാം, ആനന്ദിൽ ഒരു ഡയറി ഫാക്ടറി സ്ഥാപിക്കാൻ പദ്ധതി ഇടുന്നു, രണ്ടാം പഞ്ചവത്സര പദ്ധതി. ശ്രദ്ധിക്കൂ. ആനന്ദ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ആനന്ദ് അമുലിന്റെ ഫുൾ ഫോം എന്നാണ്, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ്. എന്താണ് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന അമുലിന്റെ ഫുൾ ഫോം. അപ്പോൾ അത് പഠിക്കാനുണ്ട്, ചോദിക്കും ചിലപ്പോൾ കേട്ടോ. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് അമുല്. ഓക്കെ, അപ്പോൾ ആനന്ദ് മോഡലായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ പിന്നെ എന്താണ് വ്യാപകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു ബൈലോ എല്ലാം ഉണ്ട്, പറഞ്ഞുതരാം, അതിലൊക്കെ വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആദ്യമായിട്ട് നോക്കുക, ആനന്ദിൽ ഒരു ഡയറി ഫാക്ടറി സ്ഥാപിക്കാൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇടുന്നു അല്ലേ. അതുപോലെ ഇവിടെ ഇനി പഠിച്ചിരിക്കേണ്ടത് ഡൽഹി പാൽ വിതരണ പദ്ധതി, ഡൽഹി മിൽക്ക് സപ്ലൈ സ്കീം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? ഡൽഹി പാൽ വിതരണ പദ്ധതി അല്ലെങ്കിൽ ഡൽഹി മിൽക്ക് സപ്ലൈ സ്കീം ആരംഭിച്ചതെന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ 196 കീ വില്ലേജ് ബ്ലോക്കുകൾ കൂടി സ്ഥാപിക്കപ്പെട്ടു. എണ്ണം പഠിച്ചു വയ്ക്കേണ്ട. ഓക്കെ, കീ വില്ലേജ് സ്കീം തുടങ്ങിയ വർഷം മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. അതുപോലെ 670 കൃത്രിമ ബീജസങ്കലന കേന്ദ്രങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സെന്ററുകൾ സ്ഥാപിക്കപ്പെട്ടു. കൃത്രിമ ബീജ സങ്കലന കേന്ദ്രങ്ങൾ, AI സെന്ററുകൾ. നമ്മളിപ്പോൾ നിലവിലാണെന്നുണ്ടെങ്കിൽ വെറ്റിനറി സബ് സെന്റർ എന്ന് പറയും, നേരത്തെ ആണെങ്കിൽ ICDP സബ് സെന്റർ എന്ന് പറയുമായിരുന്നു. അതിന് മുന്നേ കൃത്രിമ ബീജ സങ്കലന കേന്ദ്രങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സെന്ററുകൾ 607 സ്ഥാപിക്കപ്പെട്ടു. ഞാൻ ബോർഡിൽ അടിച്ചിരിക്കുന്നത്, അത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നോക്കാം. അതുപോലെ പുതുതായിട്ട് 34 ഗോസദനങ്ങൾ കൊണ്ടുവന്നു, 248 ഗോശാലകൾ സ്ഥാപിച്ചു, 1900 വെറ്റിനറി ആശുപത്രികൾ ആരംഭിക്കപ്പെട്ടു. എന്താണ് ഈ കീ വില്ലേജ് ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. കീ വില്ലേജ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഓരോ അത്രയും പ്രൊക്യൂർമെന്റ് ചെയ്യാൻ പറ്റുന്ന വില്ലേജുകളെ കേന്ദ്രമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും സംഗതികൾ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. 670 കൃത്രിമ ബീജസങ്കലന കേന്ദ്രങ്ങൾ. അപ്പോൾ കീ വില്ലേജ് പറയുന്ന സമയത്ത് ആയിരിക്കും പ്രധാനമായിട്ടും മൃഗാശുപത്രികളും അതുപോലെ ബീജസങ്കലന കേന്ദ്രങ്ങളും ആ കാര്യങ്ങളെല്ലാം പുതുതായിട്ട് കൊണ്ടുവരിക. ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം ഇതാണ്, ഡൽഹി പാൽ വിതരണ പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഡൽഹി പാൽ വിതരണ പദ്ധതി അല്ലെങ്കിൽ ഡൽഹി മിൽക്ക് സപ്ലൈ സ്കീം ആരംഭിച്ചത്. നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ എന്താ പഠിച്ചത്? ബാംഗ്ലൂരിൽ നിന്നും എന്താണ് NDRIയുടെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അത് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു, അതിന്റെ കേന്ദ്രത്തെ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു, കാർണാലിലേക്ക് മാറ്റി അല്ലേ പറഞ്ഞു നമ്മൾ. ആ സമയത്ത് സതേൺ റീജിയൻ സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടിരുന്നു. രണ്ടാം പദ്ധതി കാലയളവിൽ ഇതിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അത് പഠിച്ചിട്ടേ പോകാം കേട്ടോ. അതുപോലെ തേർഡ് 5-year പ്ലാൻ നോക്കാം, 1961 to 66 ഇതാണ് 1961 to 66. അപ്പോൾ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലേ, ഗ്രാമീണ പാൽ ഉൽപാദക സഹകരണ സംഘങ്ങളുടെ നോക്കാം എന്താണ് വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ശൃംഖലയിലൂടെ പാല് ശേഖരിക്കുന്നതിന് മുൻഗണന നൽകി. മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രകാരം എന്താണ്, അതായത് നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വഴി അവരുടെ ശൃംഖല വഴി അല്ലേ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പാൽ ശേഖരിക്കുന്നതിന് മുൻഗണന നൽകി. എന്താണ് തേർഡ് 5-year പ്ലാൻ. എല്ലാം കാണാതെ വെക്കേണ്ട കാര്യങ്ങളല്ല, എന്ത് പഠിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സഹകരണ അടിസ്ഥാനത്തിൽ പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനവും വിപണനവും പ്രോത്സാഹിപ്പിച്ചു അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞത് പാൽ ഉൽപ്പാദനമാണ് ഇവിടെ സഹകരണ അടിസ്ഥാനത്തിൽ എന്താണ് പാൽ ഉൽപ്പാദനം പ്രൊക്യൂർമെന്റ് അല്ലേ. പാൽ ഉൽപ്പാദനം ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു ചെറിയ സഹകരണ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് പാല് അളക്കുന്നു അല്ലേ, അവിടെ നിന്നും കളക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്തൊക്കെ നടക്കും? ഉൽപ്പാദനവും വിപണനവും അല്ലേ, ഉൽപ്പാദനവും വിപണനവും എന്ത് സഹകരണ അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിച്ചു. എന്ത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ ശ്രദ്ധിക്കൂ, വലിയ പട്ടണങ്ങളിൽ 143 സർക്കാർ പാൽ വിതരണ പദ്ധതികൾ നടപ്പിലാക്കി. അതായത് ആ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ മിഡിൽമെൻ്റെ ഒരു അറ്റാക്ക് ഉണ്ട്, അതിനെതിരെയാണ് സർക്കാർ ഫൈറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് 140 സർക്കാർ പാൽ വിതരണ പദ്ധതികൾ എന്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കുന്നത്. അതുപോലെ ഓരോ സംസ്ഥാനത്തും പ്രത്യേക ക്ഷീരവികസന വകുപ്പുകൾ നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷീരവികസനത്തിന് പ്രത്യേക വകുപ്പുണ്ട്. അതുപോലെ അനിമൽ ഹസ്ബൻഡറിക്ക് വേണ്ടി മൃഗസംരക്ഷണത്തിന് പ്രത്യേക വകുപ്പുണ്ട്. അതുപോലെ നമ്മൾ ആക്ച്വലി നമ്മുടെ മിൽമ വരുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ മിൽമ വരുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് തരുന്ന ആരാണ്? ക്ഷീരവികസന വകുപ്പാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോ സംസ്ഥാനത്തും പ്രത്യേക ക്ഷീരവികസന വകുപ്പുകൾ വേണമെന്ന് പറഞ്ഞത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണേ. ഓരോ സംസ്ഥാനത്തും പ്രത്യേകം ക്ഷീരവികസന വകുപ്പുകൾ, ഓരോ സംസ്ഥാനത്തും പ്രത്യേകം ക്ഷീരവികസന വകുപ്പുകൾ, ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണെന്ന കാര്യത്തിന് ഊന്നൽ നൽകിയത് എവിടെയാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലേ. മൂന്നാം
പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ നേരത്തെ ഡൽഹി പഠിച്ചു നമ്മൾ മദ്രാസ് പാൽ വിതരണ പദ്ധതി ആരംഭിച്ച് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പറയും 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മദ്രാസ് പാൽ വിതരണ പദ്ധതി ആരംഭിച്ചത്, മറന്നു പോകരുത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻറ്റൻസീവ് ക്യാറ്റിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ICDP എന്ന ഷോർട്ട് ഫോമിലും ചോദിക്കാം. 964 ഇത് ആരംഭിക്കുന്നത്. ഇൻറ്റൻസീവ് ക്യാറ്റിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇൻറ്റൻസീവ് ക്യാറ്റിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നേരത്തെ നമ്മൾ കൃത്രിമ ബീജാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. കൃത്രിമ ബീജാധാനത്തോടൊപ്പം എന്താണ് ക്രോസ് ബ്രെഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് നാടൻ പശു ഉണ്ടായിരുന്നു. നിങ്ങൾ പണ്ടത്തെ പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, പശുക്കളിൽ ലെവൽ സിന്ധി പശു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. സിന്ധി പശു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള ബ്രീഡാണ്, ഇന്ത്യയിൽ ഉള്ളൊരു ബ്രീഡാണ്, ഒരു ഇനമാണ്. നമ്മുടെ നാട്ടിൽ ഇനങ്ങളുണ്ടായിരുന്നോ? ഇനമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ പശുക്കളുണ്ടായിരുന്നു, കുറേ സ്ഥലങ്ങളിൽ പശുക്കളുണ്ടായിരുന്നു. അതിനൊരു ഇനമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഇന്ന തരത്തിലുള്ള കൊമ്പോ അല്ലെങ്കിൽ ഇത്ര ഹൈറ്റോ, ഉദാഹരണം നമുക്ക് വെച്ചൂർ പശു ഒരു ഇനമായിട്ട് നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സർക്കാർ അംഗീകരിക്കപ്പെട്ട ഒരു സംഭവമാണ് വെച്ചൂർ പശു എന്ന് പറയുമ്പോഴത്തേക്കും. കാരണം അതിന് ഇത്ര പൊക്കമേ പാടാൻ പാടുള്ളൂ, ഇന്ന കളറായിരിക്കണം എന്നൊക്കെ നിർബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നിർബന്ധങ്ങളുള്ളതിനാണ് ഇനം എന്ന് പറയുക. അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പാല് കിട്ടോ, കുറച്ച് പാലൊക്കെ കിട്ടും. നിലവിഴണം അല്ലേ, അങ്ങനെയുള്ള ആവശ്യങ്ങളായിരുന്നു. ആ സമയത്ത് പശുക്കളുടെ എണ്ണം കൂടുതലുണ്ട്, പക്ഷേ ആവശ്യത്തിന് പാലൊന്നും ഒരു പശുവിന് വളർത്തിയാൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെ പാല് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സംഭവമാണ് ക്രോസ് ബ്രീഡിംഗ് പോളിസി. എന്താ കാര്യം, വിദേശ ജനുസുകളായിട്ടുള്ള വിദേശ ഇനങ്ങളായിട്ടുള്ള HF ആവട്ടെ, ജേഴ്സി ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗൺ സിസ് ആവട്ടെ, അങ്ങനെ കുറേ നല്ല പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജനുസുകളുണ്ട്. 100 കണക്കിന് ലിറ്റർ പാലൊക്കെ ഒരു ദിവസം തരാൻ ശേഷിയുള്ള ജനുസുകളുണ്ട്. HF ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇനം അല്ലെങ്കിൽ ജനസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൽസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവയുടെ സമൻ കൊണ്ടുവരുന്നു, നമ്മുടെ നാടൻ പശുക്കൾ കുത്തിവയ്ക്കുന്നു. ഇങ്ങനെയുള്ള പ്രോഗ്രാമാണ് എന്താ ഇൻറ്റൻസീവ് ക്യാറ്റിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ധവള വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അത് പറഞ്ഞുതരാം, ധവള വിപ്ലവം തുടങ്ങുന്ന കാര്യം സമയം പറഞ്ഞുതരാം. ഇതിന് ഞാൻ ഈ പറയുന്നതെല്ലാം നമ്മുടെ ധവള വിപ്ലവത്തിൻ്റെയും അമൂലിൻ്റെ എല്ലാം ബേസാണ് കേട്ടോ, നമ്മുടെ മിൽമയുടെ എല്ലാം ബേസാണ്. ഇതെന്നാണ് നമ്മൾ അതിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇൻറ്റൻസീവ് ക്യാറ്റിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചു അല്ലേ, 1964 ആരംഭിച്ചു. 1967, 69 കാലഘട്ടം പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു. നോക്ക്, മറ്റെല്ലാം 51, 56 അതല്ലേ, 57 അങ്ങനെ പോകുന്നു അല്ലേ. ഇവിടെ ഇനിയിപ്പോൾ ഒരു 3 വർഷ കാലയളവത്തിൽ 67, 68, 63 വർഷ കാലയളവ് എന്തില്ല, നമുക്കവിടെ 5 ഇയർ പ്ലാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒന്ന് ഭരണമാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു മുന്നേ നടന്ന 5 ഇയർ പ്ലാൻസ് ഒന്നും അത്ര കണ്ട് എഫക്റ്റീവ് ആയില്ല. അതിനെല്ലാം റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും അവർ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയൊക്കെയാണ് 3 വർഷം എന്തുണ്ടായിരുന്നത്, പ്ലാൻ ഹോളിഡേ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതിന് ആ ഒരു സമയത്ത് 5 ഇയർ പ്ലാൻ പ്രാക്ടീസ് ആയില്ല, നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് 3 വർഷത്തെ അവരെന്ന് വിളിച്ചു പ്ലാൻ ഹോളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് മറന്നുപോലെ മക്കളെ 965 NDDB 1965 ആനന്ദിലാണ് ഇത് സ്ഥാപിതമാകുന്നത് അല്ലേ. ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമാകുന്നത്. ഇതും എന്നാണ് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണിത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായി, NDDB സ്ഥാപിതമായി, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായി, NDDB മറന്നുപോലെ 1965 ആനന്ദിലാണ് സ്ഥാപിതമാകുന്നത്. അതുപോലെ 4ാം പഞ്ചവത്സര പദ്ധതി 3 കഴിഞ്ഞു. 4ാം പഞ്ചവത്സര പദ്ധതി നോക്കണേ, ഓപ്പറേഷൻ ഫ്ലഡ്. ഇവിടെയാണ് പരിപാടി തുടങ്ങുക. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ധവള വിപ്ലവം, പാലിൻ്റെ ഒരു പ്രളയം ഉണ്ടാക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കൂ, ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ തുടക്കം 1970 ജനുവരി 13 ഒരുപാട് പേരുടെ കണ്ണുനീരിൻ്റെയും ആഗ്രഹത്തിൻ്റെയൊക്കെ തീവ്രതയുടെയൊക്കെ എൻഡാണ് എന്ത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്കും. അതിൽ ഏറ്റവും പ്രധാന ആരാണ്, നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ, ഒരു മലയാളി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടർ വർഗീസ് കുര്യനൊക്കെ ഇപ്പോൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു പോകണം. 1921 നവംബർ 26 ഡോക്ടർ വർഗീസ് കുര്യൻ ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള അറിയപ്പെടുന്ന വ്യക്തിയാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, അതായത് ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ബ്രെയിൻ, മാസ്റ്റർ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ എല്ലാം ചരിത്രമല്ല ഒരു കഥയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഒരു ഭാഗം ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഒക്കെ ക്ലാസ് പ്രത്യേകം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കണേ, ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ തുടക്കം 1970 ജനുവരി 13. മറന്നുപോലെ, ഇതും പഠിച്ചിട്ട് പോകാം കേട്ടോ. 1970 ജനുവരി 13 പാല് കൊണ്ട് എന്തുണ്ടായി, പാല് കൊണ്ട് പ്രളയമുണ്ടാകാൻ തുടങ്ങി എന്നുള്ളതാണ്.
ബാക്കി വഗീസ്ക്യൂരിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം, അത് വേറെ ക്ലാസ്സിൽ വരുന്നുണ്ട്. പ്രോജനി ടെസ്റ്റിംഗ് സ്കീം നോക്കാം. പ്രോജനി ടെസ്റ്റിംഗ് സ്കീം എരുമകളുടെ വംശവർദ്ധനായിട്ട് ഓൾ ഇന്ത്യ കോഓർഡിനേറ്റ് പ്രോജക്റ്റിനും ബഫലോസ് വന്നു അല്ലേ. അപ്പോൾ പ്രോജനി ടെസ്റ്റിംഗ് സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. നമുക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു പശു ഉണ്ടെന്ന് വെച്ചോ, പോട്ടെ, ഒരു എരുമയുണ്ട്. ആ എരുമയുണ്ട് നമ്മുടെ കയ്യിലൊരു നല്ലൊരു പോട്ടെ, ഒരു എരുമ അവിടെ നീല എരുമയ്ക്ക് 30 ലിറ്റർ പാല് കിട്ടും, ഒരു അടിപൊളി എരുമ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എരുമയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമുക്ക് ബ്രീഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ഇണ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കുട്ടികൾക്കും കൂടുതൽ പാല് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഈ എരുമയ്ക്ക് 5 ആൺകുട്ടികളുണ്ടെന്ന് വെച്ചോ, അതിൽ ഏറ്റവും നല്ല കുട്ടിയെ എങ്ങനെ കണ്ടെത്തും? അതിൻ്റെ പാല് കറന്നു നോക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ 5 കുട്ടികളെ വെച്ചിട്ടും 5 എരുമകളെ എന്ത് ചെയ്യും? ബ്രീഡ് ചെയ്യിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന ഏത് മെയിലിനെ മേറ്റ് ചെയ്ത കുട്ടികളിൽ നിന്നാണെന്ന് അന്വേഷിക്കും. കേട്ടോ, മനസ്സിലായില്ലേ? അങ്ങനെ അതിൻ്റെ തന്തയുടെ മകളുടെ പെർഫോമൻസ് വെച്ചിട്ട് ആ തന്തയെ നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതിയിൽ പ്രോജനി ടെസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മകൾ എത്രത്തോളം പാല് തരുന്നു എന്ന് നോക്കിയിട്ട് തന്തയെ സെലക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ സെമൻ എടുത്ത് ഉപയോഗിച്ച് എക്സ്റ്റെൻസീവായിട്ട് എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പാലിൻ്റെ ഉൽപ്പാദനത്തിൽ വർധന ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് പ്രോജനി ടെസ്റ്റിംഗ് സ്കീം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എരുമകളുടെ വംശവർദ്ധനവിനായിട്ട് ഓൾ ഇന്ത്യ കോർഡിനേറ്റ് പ്രോജക്റ്റ് ഓൺ ബഫലോസ് വന്നു, അതുപോലെ പ്രോജനി ടെസ്റ്റിംഗ് സ്കീമും വന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, പ്രോജനി ടെസ്റ്റിംഗ് സ്കീം വന്ന ഏത് 5 പ്ലാനിലാണ്? അതാണ് 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പോൾ അതിനോടൊപ്പം ചോദിക്കാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് വന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ മറന്നു പോകരുത്, 5ാം പഞ്ചവത്സര പദ്ധതി. അതിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 3 വർഷം എന്ത് ചെയ്തത്? അവർ ഗ്യാപ്പ് എടുത്തത് കേട്ടോ. അടിപൊളി ഗ്യാപ്പായിരുന്നു, അതിൻ്റെ റിസൾട്ടും ഭയങ്കരമായിരുന്നു. ഓക്കെ, അതുപോലെ പ്രജനന നയത്തിലെ മാറ്റം ഉണ്ടായി. പണ്ടത്തെ പ്രജനന നയം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൃത്രിമ ബീജാതനമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ്? ബുള്ളിൻ്റെ ആവശ്യകത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൃത്രിമ ബീജാതനം നടത്തിയിരുന്നത്. അതായത് ബുള്ളിൻ്റെ സെമൻ എടുത്തതിന് ശേഷം നമുക്ക് ഒന്നിലധികം പശുക്കളെ കുത്തിവയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കൃഷിക്കും പാലിനും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബ്രീഡുകൾക്കാണ് അന്ന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്താണ്? താരതമ്യേന പാല് കുറച്ച് പാലും കിട്ടും, കുറച്ച് ആവശ്യത്തിന് പണിയെടുക്കാനും പറ്റും. അങ്ങനെയുള്ള അനിമൽസിനാണ് നമ്മൾ ആ സമയത്ത് കൃത്രിമ ബീജാധാനം വഴി ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എന്നാൽ അതിനുശേഷം എന്ത് ചെയ്തു? സങ്കര ഇനം എന്നുള്ളൊരു ആശയത്തിലേക്ക് പോവുകയാണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, വിദേശ ജനുസുകളെ കൊണ്ടുവന്ന് സങ്കര ഇനം പശുക്കളെ സൃഷ്ടിക്കാനുള്ള ഒരു പണി തുടങ്ങി. ഇത് ഓപ്പറേഷൻ ഫ്ലഡിലേക്ക് നയിച്ചു. അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതായിരുന്നു. കാര്യം ഒന്നാമത്തെ ജനറേഷനിൽ, അതായത് ഇന്നലെ വരെ 8 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്ന പശുവിന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുട്ടി വന്നാലും പിന്നെ 4 ലിറ്റർ പാൽ കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലേ. അതേസമയം എന്താണ്, ഒരു 30 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവുമായിട്ട് സങ്കരയിനം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഫസ്റ്റ് ജനറേഷനിൽ തന്നെ വലിയൊരു കുതിച്ചുചാട്ടം, അതായത് ഒരു ജനറേഷൻ വന്നപ്പോൾ തന്നെ ഒരു 12-16 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ അത് ആണ് നമ്മളെ എന്തിലേക്ക് നയിച്ചത്? ഓപ്പറേഷൻ ഫ്ലഡ് നമ്മുടെ പാലിൻ്റെ ഉൽപ്പാദനത്തിന് ഇന്ത്യയെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കാൻ വേണ്ടി എന്ത് സഹായിച്ചു? ഓപ്പറേഷൻ ഫ്ലഡ് സഹായിച്ചു എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, ഓപ്പറേഷൻ ഫ്ലഡ് 970 ജനുവരി 13-നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫേസ് 1 കേട്ടോ, ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഫേസ് 1 ആണ്. 970 ജനുവരി 13-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത് പ്രോജനി ടെസ്റ്റിംഗ് സ്കീം കൊണ്ടുവരുന്നത് എവിടെയാണ്? 5th ഫയർ പ്ലാനിലാണ്. അതുപോലെ ക്രോസ് ബ്രീഡ് പോളിസി അല്ലെങ്കിൽ സങ്കരയിനം പശുക്കൾക്ക് മുൻഗണന കൊടുത്തത് ഏത് ഫയർ പ്ലാനാണെന്ന് വെച്ചാൽ 4th ഫയർ പ്ലാനിലാണ്. അതുപോലെ ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ രൂപീകരിച്ചു, സുപ്രധാനമായ മറ്റൊരു മാറ്റം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചിരിക്കേണ്ടത് ഇത് പഠിക്കണം. അതുപോലെ പ്രജനന നയത്തിലെ മാറ്റം എങ്ങനെ സങ്കരയിനം പശുക്കൾക്ക് മുൻതൂക്കം കൊടുക്കും. സങ്കര ഇനം കേട്ടോ. ക്രോസ് ബ്രീഡ് അതിന് മുൻതൂക്കം കൊടുക്കാൻ തുടങ്ങിയത് എവിടെയാണ്? 4th ഫയർ പ്ലാൻ 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതായത് ഓപ്പറേഷൻ ഫ്ലഡ് വരുന്നതോടുകൂടിയാണ് അതിന് പ്രാധാന്യം വർദ്ധിച്ചത്. ഇനി എന്താണ്? 5th ഫയർ പ്ലാൻ അല്ലേ, 5th. അപ്പോൾ നോക്കാം, ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ 2ാം ഘട്ടമാണ് 5th ഫയർ പ്ലാൻ നടപ്പിലാക്കുന്നത്. 1ാം ഘട്ടം എന്താണ്? 4th മറ്റ് പരിപാടികൾ നോക്കണ്ട നിങ്ങൾ. കന്നുകാലി വളർത്തൽ, ഫാം ഫോറസ്ട്രി, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നിവയ്ക്കെല്ലാം ഊന്നൽ നൽകി. ഇത് അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. അതുപോലെ 6ാം പഞ്ചവത്സര പദ്ധതി നോക്കാം. വിവിധ സംസ്ഥാനങ്ങളിൽ ഫ്രോസൺ സെമൻ സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. ഫ്രോസൺ സെമൻ സ്റ്റേഷനുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സങ്കര ഇനം പശുക്കളെ കൊണ്ടുവരാൻ വേണ്ടി അല്ലേ. സങ്കര ഇനം പശുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ HF കൊണ്ടുവന്ന് എല്ലായിടത്തും കൊണ്ടുവന്ന് മേറ്റ് ചെയ്യിക്കാൻ പറ്റുമോ? അതിനെ കൊണ്ട് ഇണ ചേർക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയുടെ സെമൻ എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ക്രോസ് ബ്രെഡ് ആയിട്ടുള്ള അനിമൽസിൻ്റെ സെമൻ എടുത്തതിന് ശേഷം വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി, ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാനും ഒരുപാട് വർഷത്തിന് ശേഷം ഉപയോഗിക്കാനും പറ്റണം. അതാണ് ഫ്രോസൺ സെമൻ ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും. അങ്ങനെയുള്ള ഫ്രോസൺ സെമനാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? കൃത്രിമ ബീജാധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീൽഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള
സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രോസൺ 7 സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്ന 6ാം പദ്ധതി കാലയളവിലാണ്. എന്താണ് 6ാം പദ്ധതി കാലയളവിൽ. അതുപോലെ 7ാമത്തത് നോക്കാം, ഓപ്പറേഷൻ ഫ്ലഡ് 3ാം ഘട്ടം നടപ്പിലാക്കി. 7ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഓപ്പറേഷൻ ഫ്ലഡ് 3ാം ഘട്ടം ഫേസ് 3 നടപ്പിലാക്കി. അതുപോലെ 8ാം പഞ്ചവത്സര പദ്ധതി നോക്കാം, പ്രോജനി ബുൾസ്, നേരത്തെ പ്രോജനി ടെസ്റ്റിംഗ് യൂണിറ്റുകൾ പറഞ്ഞു അല്ലേ, പ്രോജനി ബുൾസിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫ്രോസൺ 7 സാങ്കേതിക വിദ്യ. അപ്പോൾ നേരത്തെ പ്രോജനി ടെസ്റ്റിംഗ് തുടങ്ങിയായിരുന്നു, പക്ഷേ എന്നാൽ ഇവിടെ എന്താണ് പ്രോജനിയെ പരിശോധിച്ചതിന് ശേഷം, കുഞ്ഞുങ്ങളെ പരിശോധിച്ച് അവയുടെ പാലിന്റെ ഉൽപ്പാദനം ഉറപ്പുവരുത്തിയതിന് ശേഷം എന്താണ് ഈ പറഞ്ഞ മെയിലിന്റെ സെമൻ കുറേ കാലത്തേക്ക് സൂക്ഷിക്കുക, അങ്ങനെയുള്ള സാങ്കേതിക വിദ്യ. അപ്പോൾ അതിന് എന്താണ് മികച്ച വംശഗുണമുള്ള കാളക്കുട്ടി, എന്താണ് ഒരു കുറേ കാളക്കുട്ടി ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും മികച്ച വംശഗുണമുള്ള കാളക്കുട്ടിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിന് ഊന്നൽ നൽകി. ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. 7ാം പഞ്ചവത്സര പദ്ധതി 8 അല്ലേ, 8 അല്ല 9 ചോദിക്കാൻ സാധ്യത കുറവാണ്. നോക്കാം. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ ടെക്സ്റ്റിലും അതുപോലെ വെബ്സൈറ്റിലും പറഞ്ഞിരിക്കുന്ന, അതായത് നമ്മൾ ഡയറി ഡെവലപ്മെൻറ്റ് ബന്ധപ്പെടുത്തിയിട്ട് ഓരോ പഞ്ചവത്സര പദ്ധതിക്കാലൊക്കെ എന്തൊക്കെ ഉണ്ടായി എന്നുള്ള ICRന്റെ വെബ്സൈറ്റിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ICRന്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ICR ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, മറന്നു പോകരുത് ICR അല്ലേ. നോക്കാം. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് രോഗങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിന് ഫലപ്രദമായ ആരോഗ്യ പരിരക്ഷ, ഇതായിരുന്നു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കന്നുകാലികളിലെ രോഗങ്ങൾ കാരണം കർഷകർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെച്ചപ്പെട്ട ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ ഒരു കാലയളവിൽ, അതായത് 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് എല്ലാം വരുന്നത്. നിങ്ങൾക്ക് കുഞ്ഞുനാളിൽ ഓർമ്മയുണ്ടെങ്കിൽ എനിക്കറിയില്ല, നമ്മുടെ വീട്ടിലൊക്കെ ആ സമയത്ത് പശു ഉണ്ടായിരുന്നു. ആ സമയത്ത് പശുവിനെ കൊണ്ടുപോയിട്ട് കുത്തിവെക്കും അല്ലേ, കമ്മൽ ഇടും. കമ്മലിട്ടിട്ട് ആ നമ്പർ എഴുതിയിട്ട് നമുക്ക് പ്രീമിയം വാങ്ങിയിട്ട് ഇൻ കേസ് പശു ചത്തുകയാണെന്ന് നമുക്ക് തിരിച്ച് ഇൻഷുറൻസ് കിട്ടുന്നൊരു സംഭവം. അപ്പോൾ നമുക്ക് അതുമൂലം നമുക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവാതിരിക്കാനുള്ള പരിപാടി അല്ലേ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കിയത് ഏതാണ് 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഓക്കെ. അതുപോലെ അന്താരാഷ്ട്ര മൃഗ ആരോഗ്യ ചട്ടങ്ങളുടെ നടപ്പിലാക്കൽ, ഇന്റർനാഷണൽ ആനിമൽ ഹെൽത്ത് കോഡ് നടപ്പിലാക്കൽ, മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നതിൽ ഈ കാലയളവിൽ ഊന്നൽ നൽകി. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതേ ബന്ധപ്പെടുത്തിയിട്ടാണ് വാക്സിനേഷൻ ക്യാമ്പയിൻസ് എല്ലാം കയറി വരുന്നത്. മൃഗങ്ങളുടെ വെൽബീയിങ് എല്ലാം ഉറപ്പാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആ സമയത്ത് മുന്നോട്ട് വെച്ചത്. അതുപോലെ അടുത്ത് 10ാം പഞ്ചവത്സര പദ്ധതി നോക്കാം. ഈ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ നമ്മുടെ വിദേശ ജനസുകളെല്ലാം കൊണ്ടുവന്നു. ഇവിടെ എന്ത് ചെയ്തു, ബ്രീഡിങ് നടത്തി. പാലൊക്കെ ഭയങ്കരമായിട്ട് ഉയർന്നു. ശരിയാണ്, പാലിപ്പോഴും ഉണ്ട്, കുഴപ്പമില്ല. ആ സമയത്തൊരു പ്രശ്നം എന്താണ്, നമ്മുടെ തദ്ദേശീയമായിട്ടുണ്ടായിരുന്ന കുറേ അനിമൽസിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ലാതായി എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ വെച്ചൂർ പശു എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞു കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ള ഒരേ ഒരു ബ്രീഡാണ്. പിന്നെ കാസർഗോഡ്, കൊല്ലം പോലുള്ള ചില പശുക്കളുണ്ട്. ആ പശുക്കളെ ബ്രീഡാക്കി അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും പല ആനിമൽസിൻ്റെയും സംരക്ഷണ യജ്ഞം നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത്തരത്തിലെ ക്രോസ് ബ്രീഡിങ് ഭയങ്കരമായിട്ട് നടപ്പിലാക്കിയപ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വലിയൊരു ജനറ്റിക് പൂളാണ്, ജീൻ പൂളാണ്. കാര്യം എന്താണ്, ചിലപ്പോൾ ഒരു വലിയ ഏരിയയിൽ മുഴുവനായിട്ട് വിതരണം ചെയ്യുന്ന ഒരു ബുള്ളിൻ്റെ മാത്രം സെവനായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടായി വരുന്ന കുട്ടികളിലെല്ലാം ആ ബുള്ളിൻ്റെ ജനിതകമായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്കും അവിടുത്തെ ഉള്ള ബുള്ളിൻ്റെ ഇത് മാറ്റും, പുതിയൊരു ബുള്ളിൻ്റെ സെവൻ വെച്ചിട്ട് ഇൻസെമിനേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയല്ല, സാധ്യതയല്ല, അങ്ങനെ തന്നെ റൊട്ടേഷൻ ചെയ്താൽ നടപ്പിലാക്കുന്നത്. എന്നാൽ കൂടിയും നമുക്ക് ഒരു വലിയ ജനിതക പൂളുണ്ട്, ജീൻ പൂളുണ്ടായിരുന്നു. അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ക്രോസ് ബ്രീഡിംഗ് വഴി നടന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരുപാട് തദ്ദേശീയ ഇനങ്ങൾ നഷ്ടപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന തദ്ദേശീയ കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഈ പദ്ധതി കാലയളവിൽ പ്രത്യേക പ്രാധാന്യം നൽകി. അപ്പോൾ ആ സമയത്തൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള നാടൻ ബ്രീഡുകൾക്കെല്ലാം വലിയ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങൾ മാറി 2002-2007 കാലയളവിലാണ്. ഇനി ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ് നോക്കാം. നാഷണൽ ഡയറി പ്ലാൻ NDP ഫേസ് 1 NDP 1 2012 വന്നല്ലേ, 2012 ഫെബ്രുവരിയിൽ ഭാരത സർക്കാർ നാഷണൽ ഡയറി പ്ലാൻ ഫേസ് 1 അംഗീകാരം നൽകി കേട്ടോ. നാഷണൽ ഡയറി പ്ലാൻ NDPയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. 2016-17 കാലയളവിൽ രാജ്യത്തിന്റെ പാലിന്റെ ആകെ ആവശ്യം 150 ദശലക്ഷം ടണ്ണായി ഉയരുമെന്ന് കണക്കാക്കപ്പെടുന്നു. ആഭ്യന്തര ഉൽപ്പാദനത്തിലൂടെ മാത്രം ഈ ആവശ്യം നിറവേറ്റുക എന്നുള്ളതാണ് NDP ഫേസ് 1 ലക്ഷ്യം. ഇനി എങ്ങനെ നടപ്പിലാക്കി? സംസ്ഥാന ക്ഷീര സഹകരണ ഫെഡറേഷനുകൾ, സ്റ്റേറ്റ് ഡയറി കോഓപ്പറേറ്റീവ് ഫെഡറേഷൻസിൻ്റെ എല്ലാം സഹായത്തോടു കൂടി അതിൻ്റെ കൂട്ടത്തിലുള്ള മിൽക്ക് യൂണിയൻസ്, അതുപോലെ പാൽ ഉൽപ്പാദക കമ്പനികൾ,
അതുപോലെ മിൽക്ക് പ്രൊഡ്യൂസർ കമ്പനീസ് എന്നിവ വഴി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ NDP ഫേസ് 1 നടപ്പിലാക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ആരാണ്? NDDB ആണ് എന്താ NDP ഫേസ് 1 നടപ്പിലാക്കുന്നത്. അതിന് ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 2017 വരുന്ന 150 ദശലക്ഷം ടണ്ണായി ഉയരുന്ന നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യത്തിനെ നിറവേറ്റുക. അതിനുവേണ്ടിയാണ് നമ്മുടെ നാഷണൽ ഡയറി പ്ലാൻ ഫേസ് 1 വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കീ ടേക്ക് അവേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാന നാഴികക്കല്ലുകൾ 1956 ഒന്നാം പദ്ധതിയിൽ കീ വില്ലേജ് സ്കീം ആരംഭിച്ചു. NDRA കർണാലിലേക്ക് മാറ്റി അല്ലേ. അതുപോലെ 2002 പദ്ധതിയിൽ മിൽക്ക് സപ്ലൈ സ്കീം, ഡൽഹി മിൽക്ക് സപ്ലൈ സ്കീം അല്ലേ. ഒറ്റ കാര്യം മാത്രം പഠിച്ചാൽ നിങ്ങൾ. അതുപോലെ മൂന്നാം പദ്ധതി കാലത്ത് എന്താണ്? 965 NDDB ആനന്ദ് സ്ഥാപിതമായി. അതുപോലെ പ്ലാൻ ഹോളിഡേ 4ാം പദ്ധതി കാലത്ത് ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 1 ആരംഭിച്ചു അല്ലേ. ICDP രൂപീകരിച്ചു. അതുപോലെ 5ാം പദ്ധതി കാലയളവിൽ ഓപ്പറേഷൻ ഫ്ലഡ് 2ാം ഘട്ടം. അതുപോലെ 6ാം പദ്ധതിയിൽ വിവിധ സമയം അത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. 7ാം പദ്ധതിയിൽ ഓപ്പറേഷൻ ഫ്ലഡ് 3ാം ഘട്ടം. അതുപോലെ പ്രോജനി ബിൽസ് അടിസ്ഥാനമാക്കിയുള്ള ഫ്രോസൺ സെമി ടെക്നോളജി 8ാം പദ്ധതിയിൽ. ബാക്കിയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒരു 10-30 ചോദ്യങ്ങൾ ഇതിൻ്റെ കൂടെ ഞാൻ റാപ്പിഡ് ഫയർ ചെയ്യും അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആൻസർ ക്വസ്റ്റ്യൻസ് പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതുക. പരീക്ഷ എഴുതിയുള്ള പ്രാക്ടീസിന് പകരം വയ്ക്കാൻ വേറെ ഒന്നിനും കഴിയില്ല പൊന്നുമക്കളെ. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ വരുന്ന മിൽമയുടെ പ്ലാൻ ടെസ്റ്റ് നമ്മുടെ കയ്യിലിരിക്കണം, ഇരുത്തണം നമ്മൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ തരികയാണ്. താങ്ക് യു.